നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ മണി മാത്സ് പണവിനിമയം എന്ന യൂണിറ്റിലെ 3 പാർട്ട് കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 94 ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഈ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദി പ്രൊട്ടക്ഷൻ ഓഫ് സം തിങ്സ് ഇൻക്രീസിങ് ആനുവലി അറ്റ് എ ഫിക്സഡ് റേറ്റ്. Likewise, the price of certain things also increases or decreases at a fixed annual rate. We can use our method of computing compound interest in such cases also to calculate the number of units produced each year or the price each year. എന്താ പറഞ്ഞത് മനസ്സിലായോ? ചില സാധനങ്ങളുടെ നിർമ്മാണം വർഷം തോറും ഒരു നിശ്ചിത നിരക്കിൽ കൂടാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ചില സാധനങ്ങളുടെ വില വർഷം തോറും നിശ്ചിത നിരക്കിൽ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മളൊരു TV വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അതിന് നമ്മൾ ഉപയോഗിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതിന് ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ഒരു കാർ വാങ്ങിച്ചു. ആ കാറിന് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില കുറയും. അല്ലേ? നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടാൽ കൂടി എന്ത് ചെയ്യും? അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പഴയ വണ്ടി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അത് എത്രാമത്തെ ഏത് മോഡലാണെന്ന് ചോദിക്കും. ആ മോഡലിനാണ് വില. അല്ലേ? മോഡൽ കുറയും തോറും വില കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ചില സാധനങ്ങൾ ചില കമ്പനിക്കാർ മൊബൈലിൻ്റെ നിർമ്മാണം ഓരോ വർഷം ചെല്ലും തോറും കൂട്ടും. ഒരു നിശ്ചിത നിരക്കിൽ കൂട്ടും. അങ്ങനെയെങ്കിൽ 10 വർഷം കഴിയുമ്പം എത്ര മൊബൈൽ നിർമ്മിക്കും? അല്ലെങ്കിൽ ജനസംഖ്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 10 വർഷം കഴിയുമ്പോഴത്തെ ജനസംഖ്യയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എത്ര ജനസംഖ്യ കാണും എന്നുള്ള കാര്യമൊക്കെ പറയാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ 10 വർഷം കഴിയുമ്പോഴത്തെ കാര്യമൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്നത്? അത് ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു നിശ്ചിത നിരക്കിൽ ഒരു എത്ര ശതമാനമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 10 വർഷം അല്ലെ 20 വർഷം കഴിയുമ്പോൾ എത്ര ജനസംഖ്യ കാണും എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ആ കണക്ക് കൂട്ടിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൂട്ടുപലിശ കണക്ക് കൂട്ടാനായിട്ട് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. A = P × 1 + R/100 എന്നുള്ള ആ ഇക്വേഷൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ റിപ്പോർട്ട് എസ്റ്റിമേറ്റ് e-waste increasing by 15% every year and the e-waste in 2014 is about 9 crore ton. What is the expected amount of e-waste in 2020? ഓരോ വർഷവും 15% വീതം e-waste വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2014 ഏകദേശം 9 കോടി ടൺ e-waste ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2020 ആകുമ്പോഴേക്കും എത്ര ടൺ e-waste ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ 2014 കണക്കാണിത്. ഇപ്പം 2020 ഓക്കെ. അന്ന് പറഞ്ഞത് ഓരോ വർഷവും എന്താണ് e-waste 15% കൂടുന്നു. എന്താണ് e-waste എന്ന് പറഞ്ഞാൽ? ഇതാണ് e-wasteൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നോക്കുക, e-waste എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ്, TV-യുടെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെയുള്ള വേസ്റ്റ്. അത് കേടായി കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന e-waste ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം ആ വേസ്റ്റുകൾ ഓരോ വർഷം ചെല്ലുന്നതോറും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 2014 ഏതാണ്ട് 9 കോടി ടൺ e-waste ഉണ്ട്. അങ്ങനെയെങ്കിൽ 2020 ആകുമ്പം എത്ര കോടി കാണും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എമൗണ്ട് ഓഫ് e-waste ഇൻ 2014. 2014 e-wasteൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 9 കോടിയാണ്, 9 crore.
ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്, 15%. 2014 കഴിഞ്ഞിട്ട് 2020 എത്ര ഇ വേസ്റ്റ് കാണുമെന്നാണ്. 14 കഴിഞ്ഞിട്ട് 20 വരെ വരാൻ എത്ര വർഷമുണ്ട്? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 6 ഇയേഴ്സാണ്. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് ഇൻ 2020, 2020 ഇ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇ വേസ്റ്റിൻ്റെ കണക്കാണ്. പി എന്ന് പറയുന്നത് 9 crore, 9 കോടി പ്ലസ് ഇൻറ്റു 1 പ്ലസ് 6/100. 6 എന്ന് പറയുന്നത് റേറ്റ് 15%, 15/100 റേസ് ടു n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 6. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ 9 കോടി ഇൻറ്റു ഇതിനെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 100 ഒന്നുകൂടെ ഗുണിച്ചാൽ 100 പ്ലസ് 15, 115 ഡിവൈഡ് ബൈ 100 റേസ് ടു 6. റേസ് ടു 6 എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 115/100 തന്നെ 6 പ്രാവശ്യം എഴുതി ഗുണിക്കണം. ഇപ്പോൾ നമുക്ക് ഈ 9 കോടിയുടെ എത്ര സീറോ ഉണ്ട്? 7 സീറോ ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7 സീറോ. ഈ 100ൻ്റെ 7 സീറോ 2 4 6 ഇതിലൊരെണ്ണം കൂടെ പോകും, 7 സീറോ പോകും. പോയിട്ട് ഈ 2 100 കൊണ്ട് പിന്നെ ഒരു 10 വരും. അപ്പോൾ ഈ സീറോ പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്രയാണ് കിട്ടുക. ഈ അംശത്തിലുള്ള എല്ലാം കൂടെ ഗുണിക്കുക, ഛേദത്തിലുള്ളതും കൂടെ ഗുണിക്കുക, എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക. ഹരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് ഗുണിക്കുക അത്ര എളുപ്പമല്ല. നിങ്ങൾ സമയമുള്ളപ്പോൾ പേപ്പറിൽ എഴുതി ഗുണിച്ച് നോക്കുക. അപ്പം ഗുണിച്ചിട്ട് ഇതിന് ശേഷം ഹരിച്ച് കഴിയുമ്പോൾ ഹരിക്കുന്നതിന് പകരം ദശാംശ സ്ഥാനം 5 സ്ഥാനം ഇടതോട്ട് മാറ്റി കുത്തിട്ടാണ്. അപ്പോൾ നമുക്കിതാണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഇതെത്രയാണ്? 20,81,75,469. 20 crore 81,75,469. ഇനി നമുക്ക് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 20.8 crore എന്ന് വിളിക്കാം. 20.8 crore ടൺ. അപ്പം ആദ്യം എത്ര crore ആയിരുന്നു? 9 crore ആയിരുന്നു. അത് 6 വർഷം കൊണ്ട് എത്രയായി? 20.8. വീണ്ടും റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 21 crore എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇ വേസ്റ്റ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടി വി മാനുഫാക്ചർ decrease the price of a particular model by 5% every year. The current price of this model is 8,000 rupees. What would be the price after 2 years? ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടി വിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. നമുക്കറിയാം ടി വിയുടെ വിലയൊക്കെ ഓരോ വർഷം ചെല്ലുന്നോറും കുറഞ്ഞാണ് വരും. ടി വിയുടെ ഇപ്പോഴത്തെ വില 8,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും? അത് കണക്ക് കൂട്ടാനും നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ വില പ്രസൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8,000 ആണ്. കുറയുന്ന നിരക്ക് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തെ വില അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റമുണ്ട്. എന്താണ്? പി ഇൻറ്റു 1 മൈനസ്, ഇതാ ഡിക്രീസ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കും. ഇൻക്രീസ് ചെയ്യായിരുന്നെങ്കിൽ നമ്മളിവിടെ എന്താ പ്ലസ് ഇട്ടേന്. ഡിക്രീസ് ചെയ്യായതുകൊണ്ട് 1 മൈനസ് 6/100 ഹോൾ റേസ് ടു n. ആ ഒരു മാറ്റം ശ്രദ്ധിക്കുക. ഇവിടെ പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വില 8,000 ഇൻറ്റു 1 മൈനസ് 5/100 ഹോൾ റേസ് ടു 2. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുന്ന ഇങ്ങനെയാണ്. 1 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100, പിന്നെ ഈ മൈനസ് 5 ഹോൾ ഡിവൈഡ് ബൈ 100. 100 നിന്ന് 5 പോയാൽ 95/100 ഹോൾ റേസ് ടു 2. 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8,000 ഇൻറ്റു 95/100 ഇൻറ്റു 95/100. 8,000 3 സീറോ ക്യാൻസൽ ചെയ്ത് പോകും. പോയിട്ട് ഇവിടെ 10 എന്ന് വരും. 8 ഇൻറ്റു 95 ഇൻറ്റു 95 ഡിവൈഡ് ബൈ 10 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7,220 എന്ന് കിട്ടും. എത്ര രൂപ ഉണ്ടായിരുന്ന ടി വിയാണ്? 8,000 ഉണ്ടായിരുന്ന ടി വി 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിലയ്ക്ക് കിട്ടും? 7,220. ഇത്രയും രൂപയ്ക്ക് കിട്ടും. അപ്പോൾ കുറവിൻ്റെ വില കുറയുകയാണെങ്കിൽ അതിൻ്റെ വില കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ. ചെറിയ മാറ്റം വരുത്തുന്നത് മാത്രം. എന്താണ് മാറ്റം? ഈ പ്ലസ് എന്നുള്ളതിന് പകരം മൈനസ് ഇടണം എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Tiger is our national animal. Their number decreases every year. Figures show 3% annual decrease. According to the census of National Tiger Conservation Authority,
there were 1,700 tigers in India in 2011. If the trend continues, how many tigers would be there in 2016? മനസ്സിലായോ? നമ്മുടെ ദേശീയ മൃഗമാണല്ലോ ടൈഗർ, കടുവ. ഓരോ വർഷം കഴിയുന്തോറും ഇവയുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. ടൈഗറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാർഷികമായി 3% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. ഓരോ വർഷം ചെല്ലുന്തോറും ടൈഗറിൻ്റെ എണ്ണം 3% ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് സെൻസസിലെ കണക്ക്. 2011 കടുവ സംരക്ഷണ അതോറിറ്റിയുടെ സെൻസസ് പ്രകാരം ഭാരതത്തിൽ ഇപ്പോൾ 1,700 കടുവകളുണ്ട്. 1,700 കടുവകൾ 2011 അത് ഓരോ വർഷം ചെല്ലുന്നവർ 3% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2016 ആകുമ്പോൾ എത്ര കടുവകളുണ്ടാകും? 11 കണക്ക് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ 16 എത്ര ഉണ്ടാവുമെന്ന് 2011 തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. ഇതുപോലെയാണ് ജനസംഖ്യയൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ ജനസംഖ്യ അറിയാം, ജനസംഖ്യ വർദ്ധിക്കുന്ന നിരക്കും അറിയാമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞത്തെ ജനസംഖ്യ വേണമെങ്കിലും നമുക്കിതുപോലെ കണക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കടുവകളുടെ എണ്ണം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 2014 കടുവകളുടെ എണ്ണം 11 കടുവകളുടെ എണ്ണം 1700 കടുവകളുടെ എണ്ണം കുറയുന്ന നിരക്ക്, ഡിക്രീസ് ചെയ്യുന്ന നിരക്ക് എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. അങ്ങനെയെങ്കിൽ 2016 കടുവകളുടെ എണ്ണം 11 കഴിഞ്ഞിട്ട് 16 വരെ വരാൻ എത്ര വർഷമുണ്ട്? 5 വർഷം. അപ്പം ഈ ഇക്വേഷൻ കുറവായതുകൊണ്ട് അവിടെ ഈ ഇക്വേഷനിൽ മൈനസ് സൈൻ കൊടുക്കണം. അവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കടുവകളുടെ എണ്ണം 1700 × 1 - 3/100⁵. 1 - 3/100 എന്നുള്ളതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 1 × 100 100 - 3 ഹോൾ ഡിവൈഡ് ബൈ 100. 100 × 3 പോയാൽ 97/100 ഹോൾ റേസ് ടു 5. ഹോൾ റേസ് ടു 5 മീൻസ് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 1,700 × 97/100 × 97/100 അങ്ങനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ, 2 0 ക്യാൻസൽ ചെയ്യുക, ബാക്കി 17 × 97 തന്നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ 100 എത്രയുണ്ട്? 400 വരും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്ര 2 4 6 8 സീറോസ് ഉണ്ട്. അപ്പോൾ 8 ഡെസിമൽ ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. എന്നിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര ഈ ആൻസർ കിട്ടും. 1460 എന്ന് കിട്ടും. അപ്പോൾ 1700 കടുവ ഉണ്ടായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? 1460 കുറഞ്ഞു. അപ്പോൾ ഇത് ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിത് ഹോംവർക്കായിട്ട് ചെയ്യണം. ഒരു മൊബൈൽ ഫോൺ കമ്പനി ഉൽപ്പാദനത്തിൻ്റെ 20% വാർഷികമായി വർദ്ധിപ്പിക്കുന്നു എന്നാണ് കണക്ക്. മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന ഒരു കമ്പനി അവരുടെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻ 20% ഓരോ വർഷവും കൂട്ടുന്നു. 2014 ഏകദേശം 7 കോടി മൊബൈൽ ഫോൺ നിർമ്മിച്ചിരുന്നെങ്കിൽ 2018 എത്ര മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2014 7 കോടി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ 2018 ആകുമ്പോൾ എത്ര മൊബൈൽ ഫോൺ കാണും? 7 കോടിയേക്കാൾ കൂടുതൽ കാണും അല്ലേ? അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. വീഡിയോ വീണ്ടും കാണുക, നോട്ടൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ.